ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെ പോയി നിങ്ങളുടെ ദുൽഖർ സൽമാൻ എന്നാണ് ചിലർ ചോദിച്ചത്. അത് പരിഹസിച്ചുകൊണ്ടാണ്. കാരണം ഞങ്ങളെപ്പോഴും കൂടുതൽ മമ്മൂട്ടിയെയും മകൻ ദുൽഖറിനെയുമാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു വ്യംഗ്യന്തരയിലുള്ള പരിഹാസം പലർക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു അവരെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, ദുൽഖർ ഇവിടെ ഉണ്ട്, അത് കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം കാണാനില്ലല്ലോ മലയാളത്തിൽ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറയും, കിങ് ഓഫ് കൊത്ത ഒരു വലിയ പടമായിരുന്നു, അത് അമിതമായി പബ്ലിസിറ്റി കൊടുത്തു. ആ പടം ഇപ്പോഴും വേറെ ഭാഷയിലേക്ക് കൊടുക്കാൻ പോകുന്നു. അതവരെ കണക്കുകൂട്ടുകൾ തെറ്റിച്ചൊരു സിനിമ തന്നെയാണ്. അതിപ്പോൾ നിങ്ങളെയും കുറ്റം പറയുന്നില്ല, ഞങ്ങളിപ്പോൾ ആ പടത്തിനെ ന്യായീകരിക്കുന്നുമില്ല. ആ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ അമിതമായിട്ടുള്ള പബ്ലിസിറ്റി ഞങ്ങളടക്കമുള്ളവർ കൊടുത്തിരുന്നു ആലോചിക്കണം. പക്ഷെ എവിടെയോ അതിനൊരു പാളിച്ച പറ്റി. ആ പാളിച്ച എന്താണെന്ന് മുൻകൂട്ടി കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതൊരു പുതിയ ജോഷിയുടെ മകൻ ആദ്യമായിട്ട് എഴുതി സംവിധാനം ചെയ്യുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് രണ്ട് മെഗാസ്റ്റാറായ മമ്മൂട്ടിയുടെയും സംവിധാനരംഗത്ത് മെഗാസ്റ്റാറായ ജോഷിയുടെയും മകൻ ആദ്യമായി ഒന്നിക്കുന്ന സിനിമ എന്നുള്ളൊരു പബ്ലിസിറ്റിയും കൊടുത്തു. അതിന് കിങ് ഓഫ് കൊത്ത വലിയ വില കൊടുക്കേണ്ടി വന്നു. പക്ഷെ സാമ്പത്തികമായിട്ട് ആ സിനിമ നഷ്ടമാണോ അല്ലയോ എന്ന് എൻ്റെ നിർമ്മാതാവാണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിലുള്ള പരിഹാസം, ദുൽഖർ സൽമാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ ചൊറിയും കുത്തി വീട്ടിലിരിക്കുകയല്ല, ബഹുഭാഷകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു എന്നാലോചിക്കണം. ഇപ്പോൾ കമലഹാസനോടൊപ്പമുള്ള സിനിമയിൽ അഭിനയിച്ചു, അതിപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇപ്പം ലക്കി ഭാസ്കർ എന്നുള്ള പുതിയ സിനിമയുണ്ട്, അത് 4 ഭാഷകളിൽ ആണ്, ഹിന്ദി, തെലുങ്ക്, മലയാളം, തമിഴ്, ഇങ്ങനെ 4 ഭാഷകളിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ബാങ്കറുടെ ഒരു റോളിലാണ് അഭിനയിക്കുന്നത്. 90കളിലുള്ള ബാങ്കിങ് സിസ്റ്റമാണെന്ന് ആലോചിക്കണം, അന്ന് ഇന്നത്തെ പോലെയല്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക വേഷം, അതിൽ മാത്രമല്ല മീശയൊന്നുമില്ല, മീശ പോലും പഠിച്ചിട്ടുള്ള കഥാപാത്രം, മുടിയിലെ ഹെയർ സ്റ്റൈൽ മാറിയിരിക്കുന്നു, വേഷത്തിന് വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക റോളിലാണ് ദുൽഖർ അഭിനയിക്കുന്നത് ആലോചിക്കണം. ദുൽഖർ ആകുമ്പോൾ ദുൽഖറിനെ സംബന്ധിച്ച് പലരും പ്രതീക്ഷിക്കുന്ന പോലെ ദുൽഖർ ഒരു പ്രത്യേക രീതിയിലാണ് അഭിനയിക്കുന്നത്. ഇപ്പോൾ ക്യാമറ തന്നെ വയ്ക്കുമ്പോൾ തന്നെ പ്രത്യേക രീതിയിലാണ്, ഈ ഏങ്കിളൊക്കെ അത് ദുൽഖറിൻ്റെ സ്റ്റൈലാണ്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. അപ്പോൾ ആ സിനിമയും ഇറങ്ങാൻ പോകുന്നു. പിന്നെ പല സിനിമകൾ കൂടുതലുണ്ട്. അങ്ങനെ ബഹുഭാഷകളിലുള്ള വലിയ പാൻ ഇന്ത്യൻ സിനിമകളാണ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ സന്തോഷമുള്ള വാർത്ത വരുന്നത്, അപ്പോൾ ചോദിക്കാറുണ്ട് പലരും, അച്ഛനും മോനും എന്താ ഒരുമിച്ച് അഭിനയിക്കാത്തത്, ഈഗോ പ്രശ്നമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അച്ഛന് പ്രാധാന്യമുള്ള സിനിമ വരുമ്പോൾ മോൻ അതിൽ അഭിനയിച്ചാൽ മകൻ എന്ത് പ്രസക്തി എന്നും പരിഹസിക്കുന്നവരുണ്ട്. അതങ്ങനെ ഉണ്ടാകുമോ? രണ്ടുപേരും നടന്മാരാണ്. മമ്മൂട്ടി ആരാണെന്ന് ഇവിടെ തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണത്. ദുൽഖറും താനും മോശക്കാരനെല്ലാം തെളിയിച്ചു കഴിഞ്ഞു, ആരാധകരെ സൃഷ്ടിച്ചിട്ടുണ്ട്, ബഹുഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അവർ തമ്മിൽ ലീഗയുടെ പ്രശ്നമുണ്ടോ? അവർക്ക് പറ്റിയ റോളുകൾ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് അച്ഛനും മകനുമായി അഭിനയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം ചില സംവിധായകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും വർക്കൗട്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനി നടക്കില്ല എന്ന് ഞാൻ പറയില്ല. സിനിമയാണ്, ഏത് കാലത്തും എങ്ങനെ വേണമെങ്കിലും സിനിമ ചെയ്യാം. ഇനി മമ്മൂട്ടിക്ക് പടങ്ങളുടെ എണ്ണം കുറഞ്ഞാലും ശരി പേടിക്കാനില്ല. അവർ സ്വന്തമായിട്ട് വലിയ മമ്മൂട്ടി കമ്പനിയാണ് വലിയ ബാനറായി മാറി. ദുൽഖറിൻ്റെ കമ്പനി ഉണ്ടെന്ന് അറിയിക്കണം. അപ്പോൾ നിർമ്മാണ കമ്പനിയും വിതരണ കമ്പനിയും അവർക്കുണ്ട്. അവർക്ക് ആകെ കുറവുള്ളത് സ്വന്തം തിയേറ്ററുകൾ മാത്രമാണ്. സ്വന്തം തിയേറ്ററൊന്നും വേണ്ട, അവർക്ക് ഇഷ്ടപ്പെടാം. അവരുടെ പടങ്ങളെല്ലാം ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഔട്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മാർക്കറ്റ് ഇല്ലാതാവുന്നത്. ഇവർക്ക് മാർക്കറ്റ് ഇല്ലാതെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുതിയ രീതി വന്നിരിക്കുന്നു. ഇവർ രണ്ടുപേരെയും ഒരുമിച്ചൊരു സിനിമ ചെയ്യിക്കാനുള്ള ആലോചന നടക്കുകയാണിത്. 1-2 പേര് സമീപിച്ചിട്ടുണ്ട്. അതിൽ തുല്യ പ്രാധാന്യം അച്ഛനും മകനും തന്നെയാണ് അവർ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അച്ഛനും, അതായത് മുമ്പ് വേറൊരു സിനിമയിൽ ഇങ്ങനെ അച്ഛനും മകനും വലിയ ശിവാജിയും പ്രഭുവും അങ്ങനെ ഇട്ട് നോക്കിയിട്ടോ അച്ഛനും മകനും പോലെയുള്ളത്. ഇവിടെ അച്ഛനും മോനും വരുന്നു, യൂത്തിൻ്റെ പ്രതീകമായിട്ട് ദുൽഖർ സൽമാൻ വരുന്നു. അച്ഛൻ ആധുനികതയുണ്ട്, അതോടൊപ്പം തന്നെ അടിയുറച്ച ധീരനായ നല്ല കഥാപാത്രമായിട്ട് മമ്മൂട്ടി വരുന്നുള്ള ഒരു പ്രചരണം വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വില്ലൻ സ്റ്റൈലിലാണ് മകൻ വരേണ്ടത്. അത് ക്ലീഷയാണോ എന്ന് ചോദിച്ചാൽ ഒന്നുമല്ല. കാരണം കഥ കേട്ടാൽ നമുക്ക് ക്ലീഷയാണെന്ന് തോന്നുമെങ്കിലും
ഒരു സംവിധാനം ചെയ്യുന്ന ആളുടെ കയ്യിൽ ഇതെങ്ങനെ കിട്ടുന്നു? കാരണം കളിമണ്ണുണ്ടല്ലോ, മരമുണ്ടല്ലോ, ഇതൊക്കെ നല്ല കലാകാരന്മാരുടെ കയ്യിൽ കിട്ടിയാൽ അത് നല്ല നല്ല ശില്പമായി മാറും എന്നതുപോലെ തന്നെയാണ് ഇവരെ എങ്ങനെ ശില്പമാക്കി മാറ്റേണ്ടത്, മനോഹരമാക്കി സിനിമയാക്കി മാറ്റേണ്ടതൊക്കെ സംവിധാനം തിരക്കഥെല്ലാം ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് നടന്മാരെ എങ്ങനെ വില്ലൻ വേഷത്തിൽ ദുൽഖർ വന്ന് ശോഭിക്കും, ഒരു സംശയവുമില്ല. പക്ഷേ അങ്ങനെ വില്ലൻ മാത്രമായി തുടർച്ചയല്ല. സിനിമയിൽ വില്ലൻ വന്നു, അച്ഛനും മകനും തമ്മിൽ ഏറ്റുമുട്ടുന്നു, അല്ലെങ്കിൽ വേറെ ഒരു ശൈലി വെട്ടുന്നു, അവസാനം നല്ലവനെ തിരിച്ചു വരുന്നു, രണ്ടുപേർക്കും കയ്യെഴുതി ഇടുന്നു, സിനിമ അഭിനയിക്കാം. അങ്ങനെയും സംഭവിക്കാം. ഇത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു വിത്ത് പാകി തുടങ്ങിയിട്ടുണ്ട്. ഈ വിത്ത് പാകി തുടങ്ങിയപ്പോൾ അത് ഏത് ബാനറിലായിരിക്കും, ഏത് സംവിധാനമായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. സംവിധായകൻ്റെ പേര് പുറത്ത് വിട്ടിട്ടില്ല. അത് പുതിയ സംവിധായകൻ വേണോ പഴയ സംവിധായകൻ വേണോ? പഴയ സംവിധാനം വേണോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പോഴും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധായകൻ ജോഷിയാണ്. ജോഷി എല്ലാത്തരം സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ ജോഷിയും മമ്മൂട്ടിയും തമ്മിൽ സിനിമ ചെയ്തിട്ട് കുറേ കാലമായി. അവർ തമ്മിൽ ബദ്ധശത്രുക്കളാണ് എന്നുള്ളൊരു പ്രചരണവും കഴിഞ്ഞിട്ടുണ്ട്. അല്പസ്വല്പം സൗന്ദര്യ പിണക്കങ്ങളുണ്ടായിരിക്കാം. മമ്മൂട്ടിക്ക് സിനിമയുള്ളപ്പോൾ പിന്നെ ജോഷിക്ക് വേണമെന്നില്ല, ജോഷിക്ക് വേറെ പടങ്ങൾ കിട്ടിപ്പോയിട്ടുണ്ട്. ജോഷിയും വെറുതെ ഇരിക്കുകയല്ല. ജോഷിയും മോഹൻലാൽ അല്ലെങ്കിൽ പുതിയ ആൾക്കാരുടെ കൂടെ സുരേഷ് ഗോപിയുടെ ഒപ്പം തന്നെ സിനിമകൾ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വെറുതെ ഇരിക്കുകയല്ല. അപ്പം അങ്ങനെ ഈ രണ്ടുപേരും വരുമ്പോൾ ജോഷിയെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ ആര് മുൻകൈ എടുക്കും? മമ്മൂട്ടി സമ്മതിക്കണം, ജോഷി സമ്മതിക്കണം. രണ്ടു താരമിൽ വേറെ പ്രശ്നങ്ങളില്ല. ഇപ്പം അവർക്കൊരു മീഡിയേറ്ററായിട്ട് രണ്ടുപേരുടെയും മക്കളും കൂടിയുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോൾ ജോഷി ചെയ്യുന്ന പടത്തിൽ മോൻ അസോസിയേറ്റായിട്ട് നിൽക്കാം. അപ്പോൾ അതും കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ ഏത് കമ്പനി നിർമ്മിക്കും? അപ്പോൾ 2-3 നിർദ്ദേശങ്ങളാണ് മമ്മൂട്ടിയുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്നാണ് അറിഞ്ഞത്. ഈ സിനിമ നിർമ്മിക്കാൻ വലിയൊരു കമ്പനി, അതായത് എത്ര രൂപ വേണമെങ്കിലും മുടക്കാൻ ഒരു പാർട്ടി വന്നിട്ടുണ്ട്. മമ്മൂട്ടിയും മകനും അഭിനയിക്കണം. രണ്ടും താരവിലയുള്ള ആർട്ടിസ്റ്റുകളാണെന്ന് ആലോചിക്കണം. അപ്പോൾ അവരെ വയ്ക്കുമ്പോൾ എത്ര ചോദിക്കുന്ന പ്രതിഫലം, ഇങ്ങനെയൊക്കെയാണ് പുതിയ ഡിമാൻഡ് വന്നിട്ടുള്ളത്. സംവിധായകൻ്റെ കാര്യത്തിൽ മാത്രം സംവിധായകനും നിങ്ങൾക്ക് തീരുമാനിക്കാം, അങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്. അപ്പോൾ അവസാനം പറഞ്ഞ് കേൾക്കുന്നത്, എന്തുകൊണ്ട് ഈ സിനിമ മമ്മൂട്ടി കമ്പനിക്ക് നിർമ്മിച്ചുകൂടാ? രണ്ടുപേരും മിനിമം ഗ്യാരണ്ടിയുള്ള ആർട്ടിസ്റ്റ്, അവർക്ക് സ്വന്തമായ നിർമ്മാണ കമ്പനിയുണ്ട്, വിവിധ ബഹുഭാഷകളിൽ രണ്ടുപേർക്കും മാർക്കറ്റുണ്ട്. അപ്പോൾ നല്ല കച്ചവടം പൊടി പിടിക്കും. അച്ഛനും മകനും എന്നുള്ള ഒരു പേര് ആദ്യമുണ്ട്, എഴുതാനും സുഖമാണ്. മമ്മൂട്ടിയും മകൻ ദുൽഖറും ആദ്യമായി ഒന്നിക്കുന്ന മലയാള ബഹുഭാഷാ സിനിമ. അതും പറഞ്ഞിട്ടുണ്ട്, ബഹുഭാഷയിലാണോ ഇത് വേണ്ടത്, മലയാളത്തിൽ മാത്രമാണോ വേണ്ടതെന്ന് ആലോചിക്കണം. എന്തായാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മലയാളത്തിൽ മാത്രമായിട്ട് സിനിമ ചെയ്യാനെല്ലാം ആഗ്രഹിക്കുന്നത് ബഹുഭാഷകളിലാണ്. കാരണം രണ്ടുപേർക്കും ബഹുഭാഷകളിൽ സ്വാധീനമുണ്ട്. അവരുടെ സിനിമകൾ അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ യാത്രയാണെന്ന് ആലോചിക്കണം. ദുൽഖറിൻ്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ഭാഷ ചിത്രം കമലഹാസൻ്റെ പടമാണെന്ന് ആലോചിക്കണം. അങ്ങനെ വരുമ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട് അടിവരയിട്ട് നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും ഈ സിനിമയും അച്ഛനും മകനും ഒന്നിക്കുന്ന, അല്ലെങ്കിൽ മമ്മൂട്ടിയും ദുൽഖറും ഒരുമിക്കുന്ന സിനിമ, ബിഗ് ബഡ്ജറ്റ് സിനിമ ഇവർ തന്നെ നിർമ്മിക്കാനാണ് സാധ്യത എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്.